റമദാൻ നോമ്പ് ചരിത്രവും ശാസ്ത്രവും പിന്നെ ചില അത്ഭുത. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും. 2026 റമദാൻ വ്രതം ലോകമെമ്പാടും ആരംഭിച്ചിരിക്കുകയാണല്ലോ. 2026 റമദാൻ ഫെബ്രുവരി 19 നോമ്പ് തുടങ്ങി. മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഈ വ്രതാനുഷ്ഠാനത്തെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് ചോദ്യം വരാം. എന്താണ് ഇതിന്റെ യഥാർത്ഥ ചരിത്രം എന്ന് നമുക്ക് മുസ്ലിങ്ങൾക്ക് മാത്രമല്ലേ മറ്റു മതങ്ങളിലും കുടിക്കാതിരിക്കുന്നത് ശരീരത്തിന് ദോഷം? അതോ സയൻസ്? ഇതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് ചരിത്രത്തിൽ നിന്ന് തന്നെ കലണ്ടറിലെ 9ാമത്തെ മാസമാണ്. ഈ മാസത്തിന് എന്താണ് 610 മുഹമ്മദ് നബി മക്കയിലുള്ള ഹിറ ഗുഹയിൽ ധ്യാനത്തിനിരിക്കുന്ന സമയത്താണ് വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ വചനങ്ങൾ അദ്ദേഹത്തിന് അവതരിക്കപ്പെട്ടത് എന്നാണ് വിശ്വാസം. ഈ പുണ്യരാത്രിയെയാണ് ലൈലത്തുൽ ഖദർ അഥവാ 1000 മാസങ്ങളേക്കാൾ പുണ്യമുള്ള രാത്രി. എന്നാൽ തുടക്കത്തിൽ തന്നെ നോമ്പ് നിർബന്ധമായിരുന്നില്ല. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം രണ്ടാം വർഷത്തിലാണ് മുസ്ലിങ്ങൾക്ക് റമദാൻ നോമ്പ് നിർബന്ധം. ശരീരത്തിനെയും മനസ്സിനെയും ഒരുപോലെ ശുദ്ധീകരിക്കുക, ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇസ്ലാം മതത്തിൽ മാത്രമാണോ ഇതുപോലെ നോമ്പുള്ളത്? ഒരിക്കലുമല്ല. ലോകത്തിലെ മിക്കവാറും പ്രധാന എല്ലാ മതങ്ങളിലും വ്രതാനുഷ്ഠാനങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട്. ആത്മീയതയിലേക്കുള്ള ഒരു വഴി മാത്രമായാണ് ഇതിനെ എല്ലാ മനുഷ്യരും കാണുന്നത്. നമുക്ക് നോക്കാം. ഹിന്ദു മതത്തിൽ തന്നെ ജീവിതത്തിന്റെ തന്നെ മാർഗമാണ്. ഏകാദശി വ്രതം, നവരാത്രി, ഉപവാസം, കാർവാ ചൗത്ത്, പിന്നെ നമ്മൾ മലയാളികൾക്ക് ഏറ്റവും സുപരിചിതമായ ശബരിമല വ്രതം. 41 ദിവസാനത്തിലൂടെ ശരീരവും മനസ്സും ശുദ്ധീകരിച്ചാണ് ഭക്തർ മല ചവിട്ടുന്നത്. യേശു ക്രിസ്തു മരുഭൂമിയിൽ 40 ദിവസം ഉപവാസത്തിന്റെ സ്മരണാർത്ഥം ക്രിസ്തു മതവിശ്വാസികൾ ഈസ്റ്ററിന് മുന്നോടിയായി അനുഷ്ഠിക്കുന്ന 50 നോമ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സമയത്ത് അവർ മാംസാഹാരങ്ങളും മറ്റ് സുഖ സൗകര്യങ്ങളും ഒഴിവാക്കുന്നു. ജീവിതത്തിലെ ഏറ്റവും പവിത്രമായ ദിവസമാണ് യോം കിപ്പൂർ. അന്നേ ദിവസം അവർ പൂർണ്ണമായും ഭക്ഷണവും വെള്ളവും ഉപേക്ഷിച്ച് 25 മണിക്കൂർ പ്രാർത്ഥനയിൽ മുഴുകുന്നു. ജൈനമതങ്ങൾ അഹിംസയ്ക്കും ആത്മീയ ഉണർവിനുമായി ഇവർ വളരെ കഠിനമായ ഉപവാസങ്ങൾ അനുഷ്ഠിക്കാറുണ്ട്. അതുപോലെ തന്നെ സയൻസ് എന്തു പറയുന്നു എന്ന് നമുക്ക് നോക്കാം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. പകൽ മുഴുവൻ വെള്ളം പോലും കുടിക്കാതെ ഇരിക്കുന്നത് ആരോഗ്യത്തിന് ദോഷമാണോ? സയൻസ് പറയുന്നത് നോമ്പ് നമ്മുടെ ശരീരത്തിന് അത്ഭുതകരമായ ഗുണങ്ങൾ നൽകുന്നു എന്നാണ്. സയന്റിഫിക്കായി ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്, നോമ്പ് നോൽക്കുമ്പോൾ ശരീരത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ അത്ഭുതമാണിത്. നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ കോശങ്ങൾ അവയിലെ കേടുവന്ന ഭാഗങ്ങളെയും മാലിന്യങ്ങളെയും സ്വയം നശിപ്പിച്ച് പുതിയവ ഉണ്ടാക്കുന്നു. ഇത് ക്യാൻസർ പോലെയുള്ള വലിയ അസുഖങ്ങളെ പ്രതിരോധിക്കാൻ സഹായിക്കും. 2016 ഇതിന് നോബൽ സമ്മാനം വരെ ലഭിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, ശരീരത്തിന് ഊർജം ലഭിക്കാൻ ഭക്ഷണമില്ലാതെ വരുമ്പോൾ അത് ശരീരത്തിൽ അടിഞ്ഞുകൂടിയ കൊഴുപ്പിനെ കത്തിക്കാൻ തുടങ്ങുന്നു. ഇത് ആരോഗ്യകരമായി ഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ നോമ്പെടുക്കുമ്പോൾ തലച്ചോറിൽ പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ഡിപ്രഷൻ കുറയ്ക്കാനും തലച്ചോറിനെ കൂടുതൽ ഷാർപ്പാക്കാനും സഹായിക്കുന്നു. ഇൻസുലിൻ ലെവൽ കൃത്യമാക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും വ്രതം സഹായിക്കുന്നു. വെറും ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നത് മാത്രമല്ല നോമ്പ്. അതിന് പുറമെ നമ്മുടെ സമൂഹത്തിലും വ്യക്തി ജീവിതത്തിലും ഇത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അല്ലേ? അത് സത്യമല്ലേ? നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്, നമ്മൾ പോലും അറിയാതെ. അതാണ് ഇതിന്റെ യഥാർത്ഥ സത്യം എന്ന് പറയുന്നത്.
നമ്മൾ വിശന്നിരിക്കുമ്പോഴാണ് ലോകത്ത് ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്ത പാവപ്പെട്ടവന്റെ വിശപ്പിന്റെ വില നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത്. അവരോട് കൂടുതൽ കരുണ കാണിക്കാൻ ഇത് നമ്മളെ പഠിപ്പിക്കുന്നു. അത് സത്യമല്ലേ? അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ റമദാൻ മാസത്തിൽ ദാനധർമ്മങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. സമ്പത്തിന്റെ ഒരു ഭാഗം പാവപ്പെട്ടവർക്ക് നിർബന്ധമായും നൽകണം എന്നാണ് നിയമം. വൈകുന്നേരത്തെ നോമ്പുതുറ അഥവാ ഇഫ്താർ ജാതിമത ഭേദമന്യേ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു കാഴ്ച നമ്മുടെ നാട്ടിലെ ഏറ്റവും സൗഹാർദ്ദത്തിന്റെ പ്രതീകമാണ്. ദേഷ്യം, അസൂയ, മോശമായ സംസാരം, ചീത്തശീലങ്ങൾ എന്നിവയെല്ലാം പൂർണ്ണമായും ഒഴിവാക്കി മനസ്സിനെ നിയന്ത്രിക്കാൻ ഈ സമയം നമ്മളെ പ്രാപ്തരാക്കുന്നു. ശരിയല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് റമദാൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് റമദാൻ നോമ്പിന് പിന്നിലെ ചരിത്രവും ശാസ്ത്രവും. നോമ്പ് എന്നത് കേവലം ഒരു മതപരമായ ചടങ്ങ് മാത്രമല്ല, അത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഒരു സമ്പൂർണ്ണ ശുദ്ധീകരണമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ വീഡിയോക്ക് ലൈക്ക് അടിക്കുക. അതുകൾക്കും നിങ്ങളുടെ ഫാമിലിക്കും ഒക്കെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ യൂട്യൂബിന്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതല്ല ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ കമന്റ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഞാൻ ബൈ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മളിപ്പോൾ മനുഷ്യന്മാരാരും എല്ലാം തികഞ്ഞിട്ട് ഒന്നും ചെയ്യൂല. അപ്പൊ അതുപോലെ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സംസാരിക്കണം, വീഡിയോ ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളൊരു നല്ല സമയം നോക്കി ഇരിക്കണ്ട. നിങ്ങൾക്ക് എന്താണോ ഇൻട്രസ്റ്റ് സബ്ജക്റ്റ്, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, നിങ്ങളെ കൊണ്ട് എന്താണോ കഴിയുക എന്നുള്ളത് നോക്കുക. നമ്മുടെ സ്കില്ല് എന്താണോ എല്ലാം ഇതായിട്ടൊന്നും, അല്ലെങ്കിൽ ഒരു മനുഷ്യർക്ക് ഒരിക്കലും 100% പെർഫെക്റ്റ് ആവാൻ ഒരിക്കലും പറ്റൂല. എന്തെങ്കിലുമൊക്കെ ഒരു കുറവുണ്ടാവും. അപ്പൊ ഞാൻ ഇത് പഠിച്ച് പറയലൊന്നും നോട്ട് ഇമ്പോസിബിൾ. ഞാൻ നോക്കി വായിക്കുന്നത്. അതുപോലെ നിങ്ങൾക്കും ഇതുപോലെ നോക്കി വായിക്കാനാണ് നിങ്ങൾക്ക് പറ്റാന്നുണ്ടെങ്കിൽ കുറേയൊക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയി. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ട് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ആരും അത്ര വലിയ പെർഫെക്റ്റ് ഒന്നും ആവില്ല. ഇപ്പൊ ഞാൻ ഈ ചെയ്ത സംഭവം തന്നെ ഇപ്പോ നന്നായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് അത്ര അടിപൊളിയായിട്ടോ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടൊന്നും ഒരിക്കലും തോന്നാൻ ഒരു ചാൻസും ഇല്ല. ഓക്കെ, നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് ഒരുപാട് പോരായ്മകളുണ്ടാവും. പോരായ്മകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊക്കെ കയറി വരാൻ സാധിക്കുകയുള്ളൂ. സോ നമ്മളൊക്കെ പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ എന്തെങ്കിലും ചെയ്യുമോ? സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ഓക്കെ എനിക്ക് എല്ലാതും അറിയാം, ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ സൈൻ കെട്ടിയിരിക്കില്ലേ? നമ്മളെ കൊണ്ട് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് നമ്മൾ ചെയ്യാൻ ശ്രമിക്കും. നമ്മളെ കഴിവിന്റെ പരമാവധി നമ്മൾ ശ്രമിക്കുക. ബാക്കിയൊക്കെ വരുന്നോടത്ത് വെച്ചിട്ടെന്നുള്ളൊരു മട്ടിൽ കാണാൻ കാലം പറഞ്ഞിരുന്ന കുറെ എക്സ്ക്യൂസസ് ഉണ്ട്. അവരെന്താ വിചാരിക്കുക, ഇവരെന്താ വിചാരിക്കുക, മറ്റവരെന്താ വിചാരിക്കുക, ആരും ഒന്നും സത്യത്തിൽ വിചാരിക്കുന്നുണ്ടാവില്ല. സോ നമ്മളാവും ഇവരെല്ലാം നമ്മളാണ് ഓവർ തിങ്ക് ചെയ്തിട്ട് നമ്മളാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഇത് കാണുന്ന എൻ്റെ സുഹൃത്തുക്കളുടെ അടുത്ത് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണോ, നിങ്ങൾ ഇപ്പൊ ചെയ്യേ. കുറ്റം പറയുന്നവർ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിപ്പോ നിങ്ങളിത് ചെയ്തിട്ടില്ലെങ്കിലും അത് അവരെ ഹോബിയാണ്, അവർക്ക് ഇഷ്ടമാണത്, അവരത് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങളിപ്പോൾ ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും അവരെ ജോലി അവര് കറക്റ്റായിട്ട് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് അവർ ചെയ്യുന്നുണ്ടാവും. സോ അതിനിടയിൽ നമ്മളെ സന്തോഷം എന്താണെന്ന് നമ്മൾ നോക്കുക. നമ്മൾ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തുക. നമുക്ക് വീഡിയോ ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ചെയ്യുക. അത്യാവശ്യം സംസാരിക്കാൻ സ്കില്ലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ പറ്റിയ പരിപാടി തന്നെയാണിത്. ഇവരെ എടുത്തിട്ട് ഇല്ലാത്ത കാര്യമല്ല പറയുന്നത്. നമുക്ക് എന്താണോ, കുക്കിംഗ് ആണെങ്കിൽ കുക്കിംഗ്, ഡേ മൈ ലൈഫ് ആണെങ്കിൽ ഡേ മൈ ലൈഫ്, അതല്ല അതിനേക്കാളും സ്കില്ലുള്ള മനുഷ്യന്മാരുണ്ട്. ഹോം ടൂർ ആണെങ്കിൽ അത്, പിന്നെ അതുപോലെ തന്നെ ട്രാവലിങ്, അങ്ങനെ കുറെ ഒരുപാട് നമുക്ക് എക്സ്ക്യൂസസ് നമുക്ക് പറയാനുണ്ടാവും. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റോ ഇല്ലേന്ന് നമ്മൾ ചെയ്ത് നോക്കിയതിന് ശേഷം നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ഓക്കെ, ഞാനത് ശ്രമിച്ചു നോക്കി, എനിക്കത് സാധിച്ചിട്ടില്ല, അപ്പൊ നമുക്ക് മിണ്ടാണ്ടിരിക്കാം. പക്ഷെ നമ്മൾ ശ്രമിച്ച് നോക്കാണ്ട് എനിക്കത് പറ്റില്ല എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് തന്നെ എനിക്ക് ഒരിക്കലും
ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടാണ് പറഞ്ഞതെന്നൊന്നും എനിക്ക് പറയാൻ പറ്റൂല. കാരണം സ്ക്രിപ്റ്റ് ഒക്കെ വായിച്ച് ഇരുന്ന് പറയുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. സോ നമുക്കിത് വേഗം വേഗം എനിക്കിത് ഇന്ന് തന്നെ ഇടേണ്ട ഒരു വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ അതിൽ നോക്കി വായിച്ചു. ഇതിനെന്താ പ്രശ്നം? കേൾക്കാൻ പറ്റുന്നവർ കേട്ടാൽ മതി, കാണാൻ പറ്റുന്നവർ കണ്ടാൽ മതി. ആരും നമ്മൾ പിടിച്ചിരുത്തുന്നില്ല. സ്കിപ്പ് അടിച്ച് പോകേണ്ടവർക്ക് സ്കിപ്പ് അടിച്ച് പോവാം, അത്രേ ഉള്ളൂ. അവർക്ക് എന്താണ് ഇൻട്രസ്റ്റ് അവരത് കാണട്ടെ, ഇൻട്രസ്റ്റ് ഉള്ളവർ ഇരുന്ന് കാണട്ടെ, അത്രേ ഉള്ളൂ. നമുക്ക് ആരും പിടിച്ചിരുത്താനോ ഒന്നും പറ്റില്ല, അവരെ സമയമാണ്. സോ നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കാം. മാക്സിമം നമ്മൾ ബിസി ആയിക്കൊണ്ടേയിരിക്കുക. സോ ഇതിന്റെ പുറകിൽ ഒരുപാട് വീഡിയോസ് നമുക്ക് വരാനുണ്ട്. അത് നിങ്ങൾ ഉറപ്പായിട്ടും കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ഓൾ കൊടുക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മുടെ കുഞ്ഞു ഫാമിലി ജോയിൻ ആവുക. അപ്പൊ എല്ലാവരോടും സ്നേഹം മാത്രം. താങ്ക് യു സോ മച്ച്. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ റമദാനാണ്. എല്ലാവരും നല്ലോണം വെള്ളം കുടിക്കുക. മാക്സിമം നല്ലോണം കിടക്കുന്നതിന് മുമ്പൊക്കെ ആയിട്ട് നല്ലോണം വെള്ളം കുടിച്ചിട്ട് കിടക്കാൻ ശ്രമിക്കുക. നല്ല ചൂടാണ്, അറിയാലോ. നമുക്ക് നോമ്പ് എടുക്കുന്നവർക്കൊക്കെ മനസ്സിലാവും. നോമ്പ് എടുത്തിട്ടും ചൂട് താങ്ങാൻ പറ്റാണ്ടുള്ള അവസ്ഥയുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇതിൽ നിന്നൊക്കെ നമുക്കൊരു വിജയം കിട്ടട്ടെ. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും എന്താ ചെയ്യുക, നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എന്താണെന്നറിയോ, നമുക്ക് ഏറ്റവും സിൻസിയർ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ദുആ ആണ്. അതിൽ നമ്മൾ എന്തിലൊക്കെ നമ്മൾ പിശുക്കത്തരം കാണിച്ചാലും നമ്മുടെ ദുആയിൽ നമ്മൾ ഒരിക്കലും പിശുക്കത്തരം കാണിക്കില്ല. അതുകൊണ്ട് എല്ലാ മനുഷ്യരെയും നമ്മുടെ ദുആയിൽ നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. സോ എന്റെ ദുആയിൽ ഞാൻ നിങ്ങളെ ഉൾപ്പെടുത്തുക, നിങ്ങളുടെ ദുആയിൽ നിങ്ങൾ എന്നെയും എൻ്റെ കുടുംബത്തിനെയും ഉൾപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, താങ്ക് യു, അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്, ലവ് യു.